ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ് ചോദ്യം. ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് എല്ലാവർക്കും അറിയാം. കാര്യക്ഷമമായ പോലീസ് സേവനം നമ്മൾ ഇന്നലെ തൊട്ട് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, പോയിന്റ് ആണ്. ഓപ്ഷൻ സി ആണല്ലേ, ഓപ്ഷൻ സി ആണ്. 7 കാര്യക്ഷമമായ പോലീസ് സേവനം. അടുത്ത കേരള പോലീസ് നിയമം 8-1 വകുപ്പ് പ്രകാരം പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാവുന്ന സമയം. ഓക്കെ, നമ്മള് ഇന്നലെ പഠിച്ച കാര്യമാണ്. അതായത് പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലുള്ള അധികാരങ്ങൾ പറയുന്ന സെക്ഷൻ 8-ലാണെന്നും, ഓക്കെ, ഏത് സമയത്ത് വേണോ പരാതി പറയാനായിട്ട് നമുക്ക് സ്റ്റേഷനിൽ പ്രവേശിക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എനി ടൈം, ഏത് സമയത്ത് വേണോ. ഓക്കെ, അടുത്ത ചോദ്യം, ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം എന്താണ്? ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, മര്യാദ, ഔചിത്യം, അവസരോചിതമായ സഹാനുഭൂതി, സഭ്യവും മാന്യവുമായ ഭാഷ. അതായത് ഓപ്ഷൻ ഡി വരും. മുകളിൽ പരാമർശിച്ചവയല്ല. ഏത് സെക്ഷനാ കുട്ടികളെ വരുന്നത്? ഇത് ഏത് സെക്ഷനാണ് വരുന്നത്? സെക്ഷൻ ഏത് വരും ഇത്? ഡ്യൂട്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ. പെരുമാറ്റം അല്ലേ? സെക്ഷൻ 29 പെരുമാറ്റം. സെക്ഷൻ 29 പെരുമാറ്റം അല്ലേ? സെക്ഷൻ 29 പെരുമാറ്റം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പോലീസ് ആക്ട് സെക്ഷൻ 3 പറഞ്ഞിരിക്കുന്ന പോലീസിന്റെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണ്? സെക്ഷൻ 3 പറഞ്ഞിരിക്കുന്ന പോലീസിന്റെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണ്? പോലീസിന്റെ കർത്തവ്യങ്ങളിൽ രാഷ്ട്രത്തിന്റെ അഖണ്ഡതാ സംരക്ഷണമുണ്ട്, രാഷ്ട്ര സുരക്ഷാ സംരക്ഷണമുണ്ട്, മനുഷ്യാവകാശ സംരക്ഷണമുണ്ട്, പാരിസ്ഥിതിക സംരക്ഷണം ഉൾപ്പെടുന്നില്ല. ആൻസർ ഓപ്ഷൻ എ, പാരിസ്ഥിതിക സംരക്ഷണം. ഓക്കെ, അടുത്ത ചോദ്യം, കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ആളുകൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള ആളുകൾക്കുള്ള അവകാശം. ഇപ്പൊ പറഞ്ഞുള്ളൂ, സെക്ഷൻ 7 ആണല്ലേ? സെക്ഷൻ 7 ആണ് ആൻസർ. സെക്ഷൻ 7, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും കൃത്യനിർവഹണത്തിൽ നിന്നും പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും ചെയ്താൽ കിട്ടുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും കൃത്യനിർവഹണത്തിൽ നിന്നും പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയും തടയുകയും ചെയ്താൽ കിട്ടുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 3 വർഷമാണ് ആൻസർ. ഏതാണ് സെക്ഷൻ? കുട്ടികളെ പറഞ്ഞ സെക്ഷൻ പറഞ്ഞേ. ഏതാണ് സെക്ഷൻ? പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ നിന്നും പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തുകയോ തടയുകയോ ചെയ്യുന്നത് ഏത് സെക്ഷനിലാണ് പരാമർശിക്കുന്നത്? ഏതാ സെക്ഷൻ? 117 അല്ലേ? സെക്ഷൻ 117 അല്ലേ? സെക്ഷൻ 117. സെക്ഷൻ 117 ആണ്. 117 ആണല്ലേ? 117. ഓക്കെ, അടുത്ത ചോദ്യം അറ്റൻഡ് ചെയ്യാം. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെയ്തേ. കമ്മ്യൂണിറ്റി പോലീസിംഗ് ഓക്കെ, നല്ലൊരു വായിച്ച് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. പോലീസ് സർവീസിൽ എല്ലാ വിഭാഗത്തിലും പെട്ടവരുടെ ന്യായമായ പ്രാതിനിധ്യം തെറ്റാണ്.
അന്വേഷണം ഏറ്റെടുക്കുന്നതിനും ക്രമസമാധാനം നടപ്പിലാക്കുകയും ചെയ്യേണ്ട സമൂഹത്തിൽ നിന്നുള്ള പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റാണ്. സമൂഹത്തിന് പോലീസ് ചുമതല ഏൽപ്പിക്കുന്ന തെറ്റാണ്. ശരിയായിട്ടുള്ളത് ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിന്റെ സഹായം തേടുന്ന പോലീസ് അല്ലേ? ഓപ്ഷൻ സി ആണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് സെക്ഷൻ ഏതാ? ഏത് സെക്ഷനിലാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് പറയുന്നത്? ഏത് സെക്ഷനിലാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് പറയുന്നത്? പറയൂ, ഏത് സെക്ഷനിലാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് പറയുന്നത്? 64 സെക്ഷൻ 64 അല്ലേ? സെക്ഷൻ 64ലാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് പറയുന്നത്. അടുത്ത ദിവസം നോക്കുക, ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. ചെയ്തേ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ ഏത് സ്വകാര്യ സ്ഥലത്തും യാതൊരു പരിഗണനയും ഇല്ലാതെ പ്രവേശിക്കാം. ശരിയോ തെറ്റോ? ഏതൊരു പരിഗണനയും ഇല്ലാതെ, നമ്മൾ ഇന്നലെ പഠിച്ച കാര്യമാണ് യാതൊരു പരിഗണനയും ഇല്ലാതെ പ്രവേശിക്കാം എന്നുള്ള പോയിന്റ്. അത് എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? ഒരു സ്വകാര്യ സ്ഥലത്ത് പ്രവേശനം ഏതാ സെക്ഷൻ വരുന്നത്? സ്വകാര്യ സ്ഥലത്ത് പ്രവേശനം ഏതാ സെക്ഷൻ വരുന്നത്? 37ലാണ് സ്വകാര്യ സ്ഥലത്ത് പ്രവേശനം വരുന്നത്. നമ്മൾ ആചാരം, മര്യാദ, നമ്മൾ പറഞ്ഞു 37ലാണ് പറയുന്നത് ആചാരം, മര്യാദ തുടങ്ങിയ പരിഗണനയോട് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി ക്രമസമാധാന പോലീസിൽ നിന്നും അന്വേഷണ പോലീസിനെ വേർതിരിക്കാൻ പ്രദേശത്തെ ജനസംഖ്യ പരിഗണിച്ച് പോലീസ് മേധാവിക്ക് ഉത്തരവിടാമെന്ന് പറയുന്നുണ്ട്. ക്രമസമാധാന പോലീസിൽ നിന്ന്, അതായത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസിൽ നിന്നും അന്വേഷണം കൈകാര്യം ചെയ്യുന്ന പോലീസിനെ വേർതിരിക്കാൻ പ്രദേശത്തെ ജനസംഖ്യ പരിഗണിച്ച് പോലീസ് മേധാവിക്ക് ഉത്തരവിടാവുന്നതാണ്. ആ ഉത്തരവിടാനുള്ള അധികാരം ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അല്ലെ? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതും എന്താണ് കുട്ടികളെ? തെറ്റാണ്. അതായത് എയും തെറ്റാണ്, സിയും തെറ്റാണ്. ഇനി അടുത്ത്, സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനത്തിന് പൊതുവായ നയമാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സുരക്ഷാ കമ്മീഷൻ, കേരള പോലീസ് സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ പോയിന്റാണ് ശരിയായിട്ടുള്ളത്. സെക്ഷൻ ഏതെന്നറിയാവോ? ഏത് സെക്ഷനിലാണ്? നമ്മളത് പഠിച്ചിട്ടില്ല. ഏത് സെക്ഷനിലാണ് ഈ പറയുന്ന സുരക്ഷാ കമ്മീഷൻ രൂപീകരിക്കുന്നത്? ഏത് സെക്ഷൻ പ്രകാരമാണ് സുരക്ഷാ കമ്മീഷൻ, സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ ഏത് സെക്ഷൻ പ്രകാരമാണ് കേരള പോലീസ് ആക്ട്? സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ കേരള പോലീസ് ആക്ട് ഏത് സെക്ഷൻ പ്രകാരമാണ്? പറഞ്ഞേ. 21 അല്ല, 21 പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ. 21 പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ. 24 സെക്ഷൻ. 24 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ സെക്ഷൻ 24 സെക്ഷൻ 24 കേട്ടോ. 24 ഇതിന്റെ ക്വസ്റ്റ്യൻ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ കുറിച്ച് സെക്ഷൻ 24 ഓർത്തിരിക്കുക കേട്ടോ. സെക്ഷൻ 24. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നതിൽ ഏതാണ്? കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നതിൽ ഏതാണ് ചോദ്യം. കമന്റ് ചെയ്യാം. ഏതാണ്? സ്ത്രീകളുടെ സ്വകാര്യത നമ്മളത് പഠിച്ചു. സ്ത്രീകളുടെ സ്വകാര്യത, പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്.
എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുക. അല്ലെ, ഒന്നാമത്തതാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. അല്ലെ, ഒന്നാമത്തെ നടപടി മാത്രമാണ് ശരി. അതായത് എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുക, വനിതാ പോലീസിന്റെ. അപ്പൊ ഓപ്ഷൻ ബി ഒന്നാമത്തെ നടപടി മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ്. അറ്റൻഡ് ചെയ്യാം. നോക്കി കുട്ടികൾ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്നതാണ്. ശരിയാണോ? ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, പക്ഷെ അത് നമ്മള് ഒരാള് സെക്ഷൻ 57 പ്രകാരമുള്ള മാൻ മിസ്സിംഗ് അന്വേഷിക്കുന്ന സമയത്ത് നമ്മളത് പഠിക്കുന്നുണ്ട് അല്ലേ? സെക്ഷൻ 57 പ്രകാരമുള്ള മാൻ മിസ്സിംഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പോയിന്റ് പഠിക്കുന്നുണ്ട്. മാൻ മിസ്സിംഗിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആൾക്ക് ഏത് സ്ഥലത്തും എവിടെ വേണോ എപ്പോൾ വേണോ പ്രവേശിക്കാം, മാൻ മിസ്സിംഗ് ആണെങ്കിൽ, മാൻ മിസ്സിംഗ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം തടയുന്നതിനായി ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാവുന്നതാണ്. ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാൻ പറ്റുമോ കുട്ടികളെ? ഇല്ല. ആ വ്യക്തി 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയായിരിക്കണം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയായിരിക്കണം. ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ആള് സന്നദ്ധനുമായിരിക്കണം. അല്ലെ, സന്നദ്ധനായിരിക്കണം. അതായത് ഈ സഹായം നൽകാൻ വേണ്ടിയിട്ട് എന്താണ്, അയാൾ സന്നദ്ധനായിരിക്കണം. 18 വയസ്സിന് മുകളിൽ പ്രായം, ആരോഗ്യമുള്ള വ്യക്തി, അദ്ദേഹത്തിന് സന്നദ്ധനായിരിക്കണം. കായശക്തി എന്ന് വെച്ചാൽ ആരോഗ്യം ഉദ്ദേശിക്കുന്നത്. ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട്. നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ? സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഇല്ല. അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശമില്ലാതെ അയാൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശമില്ലാതെ അയാൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇത് ഏതാ സെക്ഷൻ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഏതാ സെക്ഷൻ? ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറയേ, ഏതാ സെക്ഷൻ? 38 അല്ലേ? കുറ്റകൃത്യം തടയുന്നതിനുള്ള ഇടപെടൽ അല്ലേ? കുറ്റകൃത്യം തടയുന്നതിനുള്ള ഇടപെടൽ സെക്ഷൻ 38 നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്ഷൻ 38 കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. അത് ശരിയല്ലേ? കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ഓക്കെ അല്ലേ? കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു, അല്ലെങ്കിൽ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണെങ്കിൽ ആ വസ്തു, ഇതൊക്കെ പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സി വരും. 4ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. ഓപ്ഷൻ സി വരും. 4ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 4ാമത്തെ പ്രസ്താവന മാത്രം ശരിയാണ്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ ആണ്. ശരി. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങൾക്ക് ആർക്കും അവകാശമുണ്ട്.
നമ്മളത് പ്രത്യേകം ഏതാ സെക്ഷൻ? ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സെക്ഷൻ ഏതാ? പറഞ്ഞ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സെക്ഷൻ ഏതാ? നോട്ടിയില്ലേ? ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സെക്ഷൻ ഏതാ? ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സെക്ഷൻ ഏതാണ്? 33. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സെക്ഷൻ 33. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സെക്ഷൻ 33. ഓക്കെ. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങൾക്ക് ആർക്കും അവകാശമുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിപ്പോ പൊതുസ്ഥലത്തായാലും സ്വകാര്യ സ്ഥലത്തായാലും. അടുത്ത, ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥന് അവകാശമുണ്ട്. അതും ശരിയാണ്. പൊതുസ്ഥലമായാലും സ്വകാര്യ സ്ഥലമായാലും പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥനും അവകാശമുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് പൊതുസ്ഥലമായാലും സ്വകാര്യ സ്ഥലമായാലും സെക്ഷൻ 33 പ്രകാരം 2 പേർക്കും അവകാശമുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1ഉം 2ഉം ശരിയാണ്. മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല? പരാതിയെ സംബന്ധിച്ച് കൈപ്പറ്റി രസീത് ലഭിക്കുക ശരിയാണ്. പരാതിയുടെ ചുരുക്കം സ്റ്റേഷനിൽ സ്ഥിരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക ശരിയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി ആ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുക, അതും ശരിയാണ്. സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ച് അറിയാം പിള്ളേരെ എന്താണ്, അത് തെറ്റാണ് അല്ലേ? സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പിന്നെ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? സ്ത്രീകളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് എല്ലാ സ്റ്റേഷനിലും വനിതാ പോലീസുകൾ ഉണ്ടാകണം അല്ലേ? വനിതാ പോലീസിനോട് ചിലപ്പോൾ ചില കാര്യങ്ങൾ പരാതികൾ വനിതാ പോലീസ് സ്വീകരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക എന്നുള്ളത് തെറ്റാണ്. ഓക്കെ അല്ലേ? വുമൺ CPO ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ പോയിന്റ്, അല്ലാതെ വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ. അറ്റൻഡ് ചെയ്തേ. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിന്റെ ചുമതലയിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ കൊഗ്നിസിബിളും ജാമ്യമില്ലാത്ത കുറ്റങ്ങളുമാണ്. നോൺ കൊഗ്നിസിബിളും ജാമ്യമില്ലാത്ത കുറ്റങ്ങളാണ്. നോൺ കൊഗ്നിസിബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. കൊഗ്നിസിബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. ഓക്കെ അല്ലേ? എന്താണ് കുട്ടികളെ ഈ കൊഗ്നിസിബിൾ എന്ന് പറയുന്നത്? കൊഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഗ്നിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഗ്നിസിബിൾ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കൊഗ്നിസിബിൾ എന്ന് വെച്ചാൽ എന്താണ് പറയാവോ? വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം അല്ലെ? വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പം 117 പ്രകാരം 117 പോലീസിന്റെ ചുമതലകളിൽ തടസ്സം സൃഷ്ടിക്കുക എന്നതാണ്. 117 എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ചുമതലകളിൽ തടസ്സം സൃഷ്ടിക്കുക എന്നതാണ് 117. അപ്പൊ അതിൽ പരാമർശിക്കുന്ന കുറ്റങ്ങൾ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അതായത് കൊഗ്നിസിബിളുമാണ്, ജാമ്യം ലഭിക്കാവുന്ന കുറ്റവുമാണ്. അതായത് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയും, ചുമതലയിൽ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയും, പക്ഷെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ് അല്ലേ? ഓക്കെ, വേറാണ്. ഓർത്ത് വെച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൻ 29. സെക്ഷൻ 29 നമ്മൾ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം അല്ലെ? ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം, അതിൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. പരാതി നൽകിയതിന്റെ സംബന്ധിച്ച് കൈപ്പറ്റി രസീത് ലഭിക്കാനുള്ള അവകാശം ശരിയാണ്. ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുവാനും കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള അവകാശം ശരിയാണ്. ഓക്കെ. പോലീസ് സ്റ്റേഷനിൽ നിന്നും നിയമാനുസൃത സേവനം ലഭിക്കുക ശരിയാണ്. പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക എന്നുള്ളത് തെറ്റാണ്, അല്ലേ? നമ്മൾ അത് ഒരിക്കലും പഠിച്ചിട്ടുമില്ല, അത് ശരിയുമല്ല. ഓക്കെ, അതാണ് ആൻസർ. പോലീസ് സ്റ്റേഷനിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള വ്യക്തികൾക്ക് മുൻഗണന നൽകുക എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. മുൻഗണന നൽകുക എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. എന്നാലും സർക്കാർ ID കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പരിഗണന കിട്ടും കേട്ടോ. സർക്കാർ ID കാർഡൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പരിഗണന കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അതെ. അല്ലാതെ അങ്ങനെ നിയമത്തിലൊന്നും പറയുന്നില്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഒരു ID കാർഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു കേരള സർക്കാരിന്റെ ID കാർഡിന്റെ പവർ അത് കഴുത്തി കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കേരള സർക്കാരിന്റെ ID കാർഡിന്റെ പവർ കേട്ടോ. ഓക്കെ. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏതാണ്? കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏതെന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു അല്ലേ, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഉണ്ടായിരിക്കണം. പക്ഷേ അഴിമതി, സന്മാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. (2011) കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്താനുള്ള സാഹചര്യമാണ് ചോദ്യം. ഓക്കെ, ഏതാ സെക്ഷൻ? പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനം. ഏതാ സെക്ഷൻ പറയാവോ? പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനം ഏതാ സെക്ഷൻ പറയുന്നത്? 118 ആണല്ലേ? 118 ആണല്ലേ? ഓക്കെ. ലഹരിക്ക് അടിമപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ശരിയാണ്. പോലീസിനെയോ അഗ്നിശമന സേനയോ മറ്റ് അവശ്യ സേവനത്തെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയാൽ അതും ശരിയാണ്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് എന്തെങ്കിലും ലഹരി വസ്തുക്കൾ നൽകുകയോ വിൽക്കുകയോ ചെയ്താൽ അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ എല്ലാം. ഓക്കെ അല്ലേ? ലഹരിക്ക് അടിമപ്പെട്ട് പൊതുസ്ഥലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോലീസിനെയോ അഗ്നിശമന സേനയോ മറ്റ് അവശ്യ സേവനത്തെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം തെറ്റായ പ്രചാരണം നടത്തിയാൽ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ നൽകുകയോ വിൽക്കുകയോ ചെയ്താൽ, നമ്മളെല്ലാം പഠിച്ചതാണ്. ഇത് കൊഗ്നിസിബിൾ ആണോ? 118 പ്രകാരം നമ്മൾ 117 ഇപ്പൊ പറഞ്ഞു കൊഗ്നിസിബിൾ ആണ്, ജാമ്യം ലഭിക്കാവുന്നതാണ്. 118 കൊഗ്നിസിബിൾ ആണോ? പറഞ്ഞേ. 118 കൊഗ്നിസിബിൾ ആണ്. ജാമ്യം ലഭിക്കുമോ? കൊഗ്നിസിബിൾ ആണ്, ജാമ്യം ലഭിക്കുമോ കുട്ടികളെ? കൊഗ്നിസിബിളുമാണ്, ജാമ്യം ലഭിക്കുന്നതുമാണ്. കൊഗ്നിസിബിളുമാണ്, ബെയിലബിളുമാണ് കേട്ടോ. കൊഗ്നിസിബിളുമാണ്, ജാമ്യം ലഭിക്കുന്നതുമാണ്. കൊഗ്നിസിബിൾ അതായത് വാറന്റിൽ അറസ്റ്റ് ചെയ്യാം, ജാമ്യം ലഭിക്കുകയും ചെയ്യും കേട്ടോ. 118, 17ഉം 18ഉം. ഓക്കെ. 19. അടുത്ത, കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടെത്തുക. കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടുപിടിക്കുക.
സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലെയും ന്യായമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ന്യായമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. ശരി. ഒരു ക്രിമിനൽ കോടതി തടവിന് ശിക്ഷിക്കപ്പെട്ടവരോ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ ഇതിൽ ഉൾപ്പെടുത്തരുത്. ക്രിമിനൽ കോടതി തടവ് എത്ര വർഷം കുട്ടികൾ, എത്ര വർഷത്തിനുള്ളിൽ ശിക്ഷിക്കപ്പെട്ടവരാണ്? കമ്മ്യൂണിറ്റി പോലീസിംഗിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്തത് ക്രിമിനൽ കോടതി തടവിന് എത്ര വർഷം? ഇന്ന് തുടങ്ങി 5 വർഷത്തിനുള്ളിൽ അല്ലെ? ഇന്ന് തുടങ്ങി 5 വർഷത്തിന് മുമ്പ്. ഇന്ന് തുടങ്ങി 5 വർഷത്തിന് മുമ്പ്. ഇന്ന് തുടങ്ങി 5 വർഷത്തിന് മുമ്പ് എന്നതാണ് അല്ലെ? ഓക്കെ. അടുത്ത്, കമ്മിറ്റിക്ക് പോലീസിന്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുമോ കമ്മിറ്റിക്ക്? കമ്മ്യൂണിറ്റി പോലീസിംഗ് കമ്മിറ്റിക്ക് പോലീസിന്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഉണ്ടായിരിക്കും എല്ലാ അധികാരങ്ങളും? ഇല്ല, ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അതാണ് തെറ്റ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ. സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാമെന്നത് ശരിയാണ്. സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാമെന്നത് ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കുന്നതാണ് ചോദ്യം അല്ലേ പിള്ളേരെ? ഏത് സാഹചര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുക ശരിയാണ്. നിയമപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനായി ആവശ്യമില്ലാതെ ബലപ്രയോഗമോ ഭീഷണിയോ പാടില്ല ശരിയാണ്. ആവശ്യമെങ്കിൽ ബലപ്രയോഗം നടത്താം, ഭീഷണി പാടില്ല. അടുത്ത്, കുറ്റകൃത്യങ്ങളുടെ ഇരകളോട് പ്രത്യേക അനുഭാവം പ്രകടിപ്പിക്കുക. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുകയും വേണം. അത് ശരിയാണ്. അപ്പം മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് വരും കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? സംസ്ഥാന സുരക്ഷാ കമ്മിറ്റി നമ്മളിപ്പോ പറഞ്ഞു. സംസ്ഥാന സുരക്ഷാ കമ്മിറ്റി അല്ലെങ്കിൽ സുരക്ഷാ കമ്മീഷനെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞായിരുന്നു, സെക്ഷനൊക്കെ പറഞ്ഞായിരുന്നു. സെക്രട്ടറി ആരെന്ന് അറിയോ? സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിയാണ്. സെക്ഷൻ ഏതാ കുട്ടികളെ? സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ. കേരള പോലീസ് ആക്ട് 2011 പ്രകാരമുള്ള സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ സെക്ഷൻ ഞാൻ കുറച്ചുമുമ്പ് പറഞ്ഞു. ഏതാ സെക്ഷൻ? സെക്ഷൻ 24. ആരായിരിക്കും ഈ സമിതിയുടെ ചെയർമാൻ? ഈ സമിതിയുടെ ചെയർമാൻ ആരായിരിക്കും കുട്ടികളെ? ആഭ്യന്തര മന്ത്രിയായിരിക്കും. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കും ഈ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയും. ഹോം മിനിസ്റ്റർ ആയിരിക്കും ചെയർമാൻ. പിന്നെ ആരൊക്കെയാണ് ഇതില് അംഗങ്ങളായി വരുന്നതെന്ന് കേട്ടുകഴിഞ്ഞാൽ നിയമവകുപ്പ് മന്ത്രി ഇതിൽ അംഗമാണ്. പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. അതുപോലെ കേരള ഹൈക്കോടതി നോമിനേറ്റ് ചെയ്യുന്ന റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് ഇതിൽ അംഗമാണ്. കേരള ഹൈക്കോടതി നോമിനേറ്റ് ചെയ്യുന്ന റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് ഇതിൽ അംഗമാണ്. ചീഫ് സെക്രട്ടറി അംഗമാണ്. അതുപോലെ തന്നെ DGP സംസ്ഥാന പോലീസ് മേധാവി, സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇതിൽ അംഗമാണ്. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും ഒടുവിലായിട്ട് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ക്രമസമാധാന പാലനം, ഭരണനിർവഹണം, മനുഷ്യാവകാശം, നിയമം, സാമൂഹ്യ സേവനം തുടങ്ങിയ കാര്യങ്ങളിൽ അറിവുള്ളതും പരിചയസമ്പന്നരായിട്ടുള്ള 3 പേർ ഇതിലുണ്ടായിരിക്കും. 3 അനൗദ്യോഗിക അംഗങ്ങളിൽ ഉണ്ടായിരിക്കും. അതിൽ ഒരാൾ ആരായിരിക്കും?
3 പേരിൽ ഒരാള് വനിതയായിരിക്കണം. 3 പേരിൽ ഒരാള് വനിതയായിരിക്കണം. ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന 3 പേര് ക്രമസമാധാനം, നിയമം, സാമൂഹ്യ സുരക്ഷ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, മനുഷ്യാവകാശം എന്നിവയെക്കുറിച്ച് ബോധമുള്ള അല്ലെങ്കിൽ എന്നിവയെക്കുറിച്ച് അവബോധമുള്ള പ്രവൃത്തി പരിചയമുള്ള 3 പേരെ ഗവർണർ നോമിനേറ്റ് ചെയ്യും അനൌദ്യോഗിക അംഗങ്ങളായിട്ട്. അതിലൊരാൾ വനിതയായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സെക്രട്ടറി ഈ പറയുന്ന കമ്മീഷന്റെ സെക്രട്ടറി എപ്പോഴും ആരായിരിക്കും? സെക്രട്ടറി എപ്പോഴും ആരായിരിക്കും കുട്ടികളെ? നമ്മുടെ DGP ആയിരിക്കും സെക്രട്ടറി. സംസ്ഥാന പോലീസ് മേധാവി ആയിരിക്കും എന്ത് കുട്ടികളെ? സെക്രട്ടറി എന്ന് പറയുന്നത്. സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പം ഒന്നാമത് പറഞ്ഞുതരാം. ഒന്നാമത്തെ അംഗം എന്ന് പറഞ്ഞാൽ ചെയർമാൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി. രണ്ടാമത്തെ അംഗം നിയമവകുപ്പ് മന്ത്രി. മൂന്നാമത്തെ അംഗം പ്രതിപക്ഷ നേതാവ്. നാലാമത്തെ അംഗം കേരള ഹൈക്കോടതി നോമിനേറ്റ് ചെയ്യുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ്. അഞ്ചാമത്തെ അംഗം ചീഫ് സെക്രട്ടറി. ആറാമത്തെ അംഗം സംസ്ഥാന പോലീസ് മേധാവി. ആറാമത്തെ അംഗം അദ്ദേഹമായിരിക്കും സെക്രട്ടറി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി ഏഴാമത്തെ അംഗമായിട്ട് ഒരാളും കൂടെ ഉണ്ട്, ആഭ്യന്തര സെക്രട്ടറിയുടെ. 7 അംഗങ്ങളും ആഭ്യന്തര സെക്രട്ടറി, അതായത് ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി, ഏഴാമത്തെ അംഗം. എട്ടാമതായിട്ട് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് അനൌദ്യോഗിക അംഗങ്ങൾ. അതിൽ ഒരാൾ വനിതയായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പം 7 അംഗങ്ങളും 3 പേര് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുമാണ്. ആ 7 പേരില് ആഭ്യന്തര വകുപ്പ് മന്ത്രി, ചെയർമാൻ, നിയമവകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ്, കേരള ഹൈക്കോടതി നോമിനേറ്റ് ചെയ്യുന്ന റിട്ടയർഡ് ജഡ്ജ്, ചീഫ് സെക്രട്ടറി, പോലീസ് ചീഫ്, ആഭ്യന്തര സെക്രട്ടറി. ഇത്രയും പേരാണ് സുരക്ഷാ കമ്മീഷന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന 3 പേർ, അതിലൊരാൾ വനിത. ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പം സെക്ഷൻ 24 സുരക്ഷാ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സുരക്ഷാ കമ്മീഷന്റെ ഘടന മനസ്സിലായല്ലോ എല്ലാവർക്കും? സുരക്ഷാ കമ്മീഷന്റെ ഘടന മനസ്സിലായി. 7 അംഗങ്ങളും 3 അനൌദ്യോഗിക അംഗങ്ങളും എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. ശരി. അപ്പം ചെയർമാൻ ആഭ്യന്തര വകുപ്പ്, സെക്രട്ടറി പോലീസ് മേധാവി. ശരി. അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നതിൽ എന്തിനെ പറ്റി വിശദീകരിക്കുന്നു? കുട്ടികളെ? 64 നമ്മൾ കുറെ തവണ ഡിസ്കസ് ചെയ്തതാണ്. 64 എന്താ? 64 കമ്മ്യൂണിറ്റി പോലീസിംഗ് അല്ലെ? 64 കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ്. 64 കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഓക്കെ. ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കേണ്ടതെന്നാണ് ചോദ്യം. അടുത്ത് നമ്മൾ പഠിക്കാത്ത മറ്റൊരു സെക്ഷൻ ആണ്. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു നമുക്ക് 1-2 സെക്ഷൻ സിലബസിൽ നിന്ന് പുറത്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്നതൊക്കെയാണ്. ഓക്കെ. ട്രാഫിക് സംരക്ഷണ സമിതി ഏതാ സെക്ഷൻ പറയാവോ? ട്രാഫിക് സംരക്ഷണ സമിതി അല്ലെങ്കിൽ ട്രാഫിക് ക്രമീകരണ സമിതി ഏതാ സെക്ഷൻ? കറക്റ്റ് ആണ്. ട്രാഫിക് സംരക്ഷണ സമിതി സെക്ഷൻ 72 ആണ്. സെക്ഷൻ ഏതാണ് കുട്ടികളെ? 72 ആണ് കേട്ടോ. 72 ആണ്. ട്രാഫിക് സംരക്ഷണ സമിതിയാണ്. ട്രാഫിക് പോലീസിംഗ് ആണ് 61. കിരണേ, ട്രാഫിക് പോലീസിംഗ് ആണ് 61 കേട്ടോ. അതായത് പോലീസ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് 61. ഇവിടെ ട്രാഫിക് സംരക്ഷണ സമിതിയെ കുറിച്ചാണ് പറയുന്നത്. ട്രാഫിക് സംരക്ഷണ സമിതി 72 ആണ്. ട്രാഫിക് സംരക്ഷണ സമിതി 72 ആണ്. 72 ആണ് സമിതി. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ ട്രാഫിക് സംരക്ഷണ സമിതികൾ എന്ത് ചെയ്യണം കുട്ടികളെ? രൂപീകരിക്കണം. ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ, അതുപോലെ തന്നെ കോർപ്പറേഷൻ എന്നീ സ്ഥലങ്ങളിൽ ട്രാഫിക് സംരക്ഷണ സമിതികൾ രൂപീകരിക്കേണ്ടതുണ്ട്.
പഞ്ചായത്താണെങ്കിൽ ആരായിരിക്കും അതിന്റെ അധ്യക്ഷൻ? പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അധ്യക്ഷൻ. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെയർപേഴ്സൺ ആയിരിക്കും അധ്യക്ഷൻ. ഇനി കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ ആയിരിക്കും അധ്യക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇവർ അധ്യക്ഷനായിട്ട് അവർക്ക് താഴെ ഉദ്യോഗസ്ഥരുണ്ടാകും. ഓക്കെ. സെക്ഷൻ 72 ട്രാഫിക് സംരക്ഷണ സമിതി 72 അതിൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ട്രാഫിക് സംരക്ഷണ സമിതി രൂപീകരിക്കണം. അധ്യക്ഷനായി വരുന്നത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെയർപേഴ്സൺ, കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ. ഓക്കെ. ഇന്നത്തെ PDF ഷെയർ ചെയ്യുമ്പോൾ സെക്ഷൻ 24 അതുപോലെ 72 അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. കുറച്ച് പോയിന്റ്സ് അതിൽ വായിച്ച് നോക്കാനുണ്ട്, ഒന്ന് വായിച്ച് നോക്കിക്കോണം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞതിന് പുറത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഒന്ന് നോക്കി വെച്ചോണം. ഓക്കെ. നേരത്തെ സുരക്ഷാ കമ്മീഷനെ കുറിച്ചൊക്കെ 1-2 പോയിന്റും കൂടെ ഉണ്ട്, അപ്പൊ അതിനോട് നോക്കി വായിച്ചോണം കേട്ടോ. അത് ഓട്ടോമാറ്റിക് ആണ്, അതായത് എക്സഫിഷ്യോ പദവിയാണ്. ഒരു പഞ്ചായത്തില് ട്രാഫിക് സുരക്ഷാ സമിതി രൂപീകരിക്കുമ്പം ആരാണോ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ അധ്യക്ഷനായി. മനസ്സിലായ? ആരാണോ പഞ്ചായത്ത് പ്രസിഡന്റ് അവരെന്തായി മാറി കുട്ടികളെ? അധ്യക്ഷനായി. ഇനി ഇതിൽ ഉദ്യോഗസ്ഥരുണ്ടാവും. ആ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ഈ പറയുന്ന ജില്ലാ മജിസ്ട്രേറ്റ്, പിന്നെ ജില്ലാ പോലീസ് മേധാവി, പിന്നെ ട്രാൻസ്പോർട്ട് ഓഫീസർ, പിന്നെ ഈ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇവരൊക്കെ ചേർന്നിട്ട് കുറച്ച് ഉദ്യോഗസ്ഥരിൽ അംഗങ്ങളായിട്ട് നിയമിക്കും. ഓക്കെ. ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ നോട്ട് ഇടുമ്പോൾ നിങ്ങൾ 24 അതുപോലെ 72 കൂടെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസറേ. ശരി. അടുത്ത കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്കെന്നാണ് ചോദ്യം. ആർക്കാണ് അവകാശം? പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശം ആർക്കാണ്? ഏതൊരു പൗരനും എന്നതാണ് ആൻസർ. ഏതൊരു പൗരനും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. എല്ലാവർക്കും ഡി ആണോ? ഒരു വ്യക്തിയെ കാണാനില്ലെന്നും ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ. അസാധാരണ മരണം നടന്നതായി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക. ഓക്കെ. എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചേ. ഏതാ സെക്ഷൻ ഏതാ കുട്ടികളെ? സെക്ഷൻ ഏതാ? ഇത് ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടതാണ്? സെക്ഷൻ ഏതാ കുട്ടികളെ? മാൻ മിസ്സിംഗ് സെക്ഷൻ ഏതാണ്? മാൻ മിസ്സിംഗ് സെക്ഷൻ ഏതാണ്? മാൻ മിസ്സിംഗ് 57. മാൻ മിസ്സിംഗ് ഏതാ കുട്ടികളെ? 57 ആണ്. നമ്മൾ പഠിച്ചു കൊഗ്നിസിബിൾ ചാർജുകളുള്ള അല്ലെങ്കിൽ കൊഗ്നിസിബിൾ ചാർജുകളോടെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അന്വേഷണം നടത്തുക എന്നാണ്. കൊഗ്നിസിബിൾ ചാർജുകളോടെ രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്തുക എന്നാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ 57 ഒന്നുകൂടെ വായിച്ചു നോക്കുക. അസാധാരണ മരണം നടന്നെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. ആളുടെ ബോഡി ഇപ്പം കാണാനില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്ന കുട്ടികളെ, കാണാനില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അസാധാരണ മരണം നടന്നതായി നമുക്ക് എങ്ങനെ FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റും? നിങ്ങൾ പഠിച്ചാലില്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചിന്തിച്ചൂടെ? കാണാനില്ലെന്ന് പറഞ്ഞ ഉടനെ അസാധാരണ മരണം സംഭവിച്ചതും വേണ്ടി പോലീസ് FIR രജിസ്റ്റർ ചെയ്യോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അത് തെറ്റാകുമ്പോൾ തന്നെ ഉത്തരവായി. കാരണം നമുക്ക് സ്വീകരിക്കേണ്ട നടപടികളാണ്. അപ്പം അത് തെറ്റാണെന്ന് മനസ്സിലാവും. അപ്പൊ A നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം, ഇവിടെ B എലിമിനേറ്റ് ചെയ്യാം, D എലിമിനേറ്റ് ചെയ്യാം, C ആണ് ആൻസർ. ഓക്കെ. അതായത് കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക. നമ്മൾ ഇന്നലെ പഠിച്ചു. കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക.
ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. അല്ലെ? ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുക. കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ എന്ത് ചെയ്യുക കുട്ടികളെ? മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. അപ്പൊ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഡി എങ്ങനെയാ കമന്റ് ചെയ്തേ? ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ കൊള്ളാലോ, നിങ്ങൾ സ്റ്റേഷനിൽ ഡ്യൂട്ടി ഇട്ട് കഴിഞ്ഞാല് ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ മരിച്ചു, ആള് മരിച്ചു, അസാധാരണ മരണം, നമ്മുടെ FIR ഇടോ നിങ്ങള്? ഓക്കെ. സസ്പെൻഷൻ കേട്ട ഏറ്റവും എളുപ്പമുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പോലീസ് കേട്ടാ. വായിന്നൊരു വാക്കോ അല്ലെങ്കിൽ എഴുതുന്നതിലൊരു തെറ്റോ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുക. അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. കേരള പോലീസ് ആക്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതില് ക്വസ്റ്റ്യൻസ്. അതായത് ഡിഗ്രി ലെവൽ ഉൾപ്പെടുത്തിയിട്ടില്ല, SI പരീക്ഷയ്ക്കുള്ള ഉൾപ്പെടുത്തിയിട്ടില്ല, ബാക്കിയുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. നോക്കിക്കോ. എക്സ്, ഒയ് എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ എക്സ് ആയത് നിയമപരമായി തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിലെ പോലീസിന്റെ ശരിയായ നടപടി എന്തെന്നാണ്? നിങ്ങൾക്ക് അറിയാം, ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സെക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സെക്ഷൻ ഏതാ? 33 പ്രകാരമാണ് ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുന്നത്. എക്സ് വീഡിയോ പകർത്തുന്നത് തടയാം എന്നുള്ളത് തെറ്റാണ്. എക്സിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കാം എന്നുള്ളത് തെറ്റാണ്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിന് എക്സോ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് തെറ്റാണ്. കാരണം സെക്ഷൻ 33 പ്രകാരം പബ്ലിക്കിനും പോലീസിനും എന്ത് ചെയ്യാൻ കുട്ടികളെ? ഈ പറയുന്ന പോലീസിന്റെ നടപടിക്രമത്തെ വീഡിയോയിൽ പകർത്താവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ. പോലീസിന് ആ സമയത്ത് അവരുടെ കൃത്യനിർവഹണം വീഡിയോ പകർത്താം. ഓക്കെ അല്ലേ? അവർക്ക് ഇപ്പം എക്സ് വൈ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലീസിന്റെ നടപടിക്രമം വീഡിയോ പകർത്താം. അപ്പൊ ആ സമയത്ത് പോലീസിനും വേണമെങ്കിൽ വീഡിയോ പകർത്താം. ഓക്കെ അല്ലേ? അപ്പം സെക്ഷൻ 33 പ്രകാരം ഓപ്ഷൻ ബി ആണ് ആൻസർ. പെരുമാറ്റം ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്ന പെരുമാറ്റം തന്നെയാണ്. പെരുമാറ്റം ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 29 അല്ലേ? ഓപ്ഷൻ എ ആണ് 29. ഓക്കെ. കേരള പോലീസ് ആക്ടിൽ 98ാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? കേരള പോലീസ് ആക്ട് 98ാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ആരാ പിള്ളേരെ സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത്? 98ാം വകുപ്പ് പ്രകാരം ജില്ലാ പോലീസ് മേധാവിയാണ് അല്ലേ? ജില്ലാ പോലീസ് മേധാവിയാണ്. കേരള പോലീസ് ആക്ട് 117ാം വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? 117 പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ 3 വർഷം തടവ്. 3 വർഷം തടവല്ലേ? 3 വർഷം തടവാണ് പരമാവധി ശിക്ഷ. 3 വർഷം തടവ്. പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാകുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എന്താണ്? പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എന്താണ്? ഇന്നിപ്പോ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഏതാ സെക്ഷൻ? സെക്ഷൻ ഏതാ കുട്ടികളെ? ഏതാ സെക്ഷൻ? പറഞ്ഞേ, സെക്ഷൻ ഏതാ? സെക്ഷൻ 120 ആണല്ലേ? സെക്ഷൻ 120 ആണ്. പബ്ലിക് ന്യൂസൻസ് ആണ് വരുന്നത് അല്ലേ? 120 പബ്ലിക് ന്യൂസൻസ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ആ 120 പ്രകാരം കിട്ടാവുന്ന തടവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ 1 വർഷം വരെ തടവ്, 1 വർഷം വരെ തടവ്, പിന്നെ എന്താണ്? 5000 രൂപ പിഴ അല്ലെങ്കിൽ ബോത്ത് അല്ലെ? 5000 രൂപ പിഴ അല്ലെങ്കിൽ ബോത്ത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്.